ഖുറൈശിയാണ്. ഖദ്ദിമു ഖുറൈശൻ ഇൻകാന ആലിമൻ എന്നല്ല, ഖദ്ദിമു ഖുറൈശൻ, നിങ്ങൾ ഖുറൈശികളെ ബഹുമാനിക്കണം. ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മക്കൾ അഹ്ലുൽ ബൈത്ത്, അവരെ സുന്നത്ത് ജമാഅത്ത് കണ്ടത് ഏത് കാലത്തും അവരെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടാണ്. കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഒരുപാട് സാദാത്യങ്ങൾ അവർ മുത്തബഹിരീങ്ങളായ ആലിമീങ്ങളായിരുന്നില്ല, അവർ ആത്മജ്ഞാനികളായിരുന്നില്ല, അവർ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നില്ല, അവർ ഖുറൈശികളാണ്. ഖദ്ദിമു ഖുറൈശൻ, ഖുറൈശികളെ നിങ്ങൾ മുന്നിൽ നിർത്തുക. ഇപ്പൊ ഒരുപാട് ആളുകളുണ്ട് നിസ്കരിക്കാൻ നിൽക്കുകയാണ്, മുദർരിസുണ്ട്, ഖാദിയുണ്ട്, ഹാഫിദുണ്ട്, ഖാരിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇമാമത്ത് നിൽക്കാൻ അർഹനുള്ള ആളാരാ? ഖദ്ദിമു ഖുറൈശൻ, ഒരു ഖുറൈശി ഇമാം നിൽക്കണം. ഇത് കേരളത്തിലെ സുന്നികളുടെ പാരമ്പര്യമാണ്, അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യമാണ്. സുന്നികൾ പഠിപ്പിച്ച കാര്യം അതാണ്. അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ നാളിതുവരെയുള്ള പാരമ്പര്യം അതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ സാദാത്യങ്ങളുണ്ട്. അല്ലാഹു തആല നമുക്ക് അനുഗ്രഹമാണ്. നമ്മൾ അവരെ ദുആ ചെയ്യാൻ വിളിപ്പിക്കും, നമ്മൾ മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കാൻ വിളിപ്പിക്കും, അവരെ ഇമാമ നിർത്തും, അവരോട് നമുക്ക് ഭയങ്കര ആദരവുണ്ടാവും. നമ്മൾ നടക്കുമ്പോൾ അവരെ മുന്നിൽ നടത്തും, അവരെ കാണുമ്പോൾ നമ്മൾ എഴുന്നേൽക്കും, അവരെ കാണുമ്പോൾ നമ്മൾ ചുംബിക്കും, കെട്ടിപ്പിടിക്കും, ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്യും. എന്താ കാരണം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖദ്ദിമു ഖുറൈശൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖദ്ദിമു ഖുറൈശൻ. ആരാണ് ഖുറൈശികൾ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം വേദനയോടുകൂടി ദുആ ചെയ്ത സന്ദർഭമുണ്ട്. അല്ലാഹുമ്മ ഇന്നി യുഹിബ്ബുഹുമ ഫഅഹിബ്ബുഹുമ ഫഅഹിബ്ബു മൻ യുഹിബ്ബുഹുമ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിലിരിക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമ, എന്റെ റബ്ബേ ഈ മക്കളോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. ഫഅഹിബ്ബുഹുമ, അതുകൊണ്ട് നീയും ഇവരെ സ്നേഹിക്കണേ റബ്ബേ. ഫഅഹിബ്ബു മൻ യുഹിബ്ബുഹുമ, ഇവർ രണ്ടുപേരെയും സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കണേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിലിരിക്കുന്ന മക്കളെ നോക്കി മുത്തുനബിയുടെ റബ്ബിനോട് ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമ ഫഅഹിബ്ബുഹുമ ഫഅഹിബ്ബു മൻ യുഹിബ്ബുഹുമ. അവിടെ എപ്പോഴും എവിടെയാണെങ്കിലും അത് ബിദഈ ആശയക്കാരനാണെങ്കിൽ പോലും നിങ്ങൾ സയ്യിദിനെ ബഹുമാനിക്കണം, സയ്യിദിനെ ബഹുമാനിക്കണം. ഞാൻ നൂറുൽ അബ്സാറിന്റെ കഥ പറഞ്ഞുതരാം. വിശാലമായി വേദ വരാൻ പറ്റിയ സമയമില്ലാത്തതുകൊണ്ടാണ്. നൂറുൽ അബ്സാറിന്റെ ഒരു കഥ ഉണ്ട്. അത് ഒരാള് ഒരു തങ്ങൾക്ക് കുറച്ച് പൈസ നിശ്ചയിക്കും. പഴയ കാലത്തുള്ള പാരമ്പര്യമാണ്. എന്തെങ്കിലും കിട്ടിയ അഹ്ലു ബൈത്തിന് കൊടുക്കുക, അവരോട് ദുആ ചെയ്യുക. ഖുല്ല അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മബദ്ദത ഫിൽ ഖുർബ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയാ, ഖുൽ, പ്രഭു അവിടുന്ന് പറഞ്ഞാലും നബിയെ, ലാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, ഞാൻ നിങ്ങളോട് അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ ഒരു പ്രതിഫലവും ചോദിക്കണില്ല. ഇല്ലൽ മബദ്ദത ഫിൽ ഖുർബ, എന്റെ കുടുംബത്തോട് സ്നേഹം ഉണ്ടാകണം എന്നതല്ലാതെ. മുത്തനബി നമ്മളോട് ആവശ്യപ്പെട്ട കാര്യം എന്താ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മുത്തനബി നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണേ എന്നുള്ളത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ അഹ്ലു ബൈത്തിന്റെ മഹബത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിന് മഹബത്ത് വെക്കാൻ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഒരുപാട് പഠിപ്പിക്കേണ്ടതുണ്ട്, ഒരുപാട് പഠിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സ നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. നമ്മളെ മൊഹീദ്ദീമാലൊക്കെ എഴുതിയപ്പോൾ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി വസ്സലാമിന്റെ ഒരുപാട് മദ്ഹുകൾ പറഞ്ഞില്ലേ? ആ മദ്ഹുകൾ ആദ്യം പറഞ്ഞത്, എല്ലാ കിളയിലും വൻകിളയായവർ, എല്ലാ ദിശയിലും കേളി മികച്ചവർ, ഇതെല്ലാത്തിലും വലിയ കുടുംബമാണ്. ഇത് അഹ്ലു ബൈത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ്. സയ്യിദി ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിന്റെ ഫضل അങ്ങനെ പറഞ്ഞു. അത് തന്നെയാണ് നമുക്ക് ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളെ പറ്റിയും പറയാനുള്ളത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹസനി പാരമ്പര്യത്തിന്റെ മനോഹരമായ ഒരു സന്താന പരമ്പരകളിലെ മഹാന്മാരായ ആളുകളുടെ ഒരു പരമ്പരയുടെ പൂർണ്ണതയാണ് ബഹുമാനപ്പെട്ട ഹസൻ സഞ്ചരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അഹ്ലു ബൈത്താണ്. ഞാൻ പറഞ്ഞു വന്നത്, അവിടെയും ഇവിടെ നിന്ന് യോഗ്യതകളും തൂക്കി നോക്കൊന്നും വേണ്ട. ഒരാള് തങ്ങൾക്ക് വെച്ച് പൈസ നിർച്ചയാക്കി, നൂറുൽ അബ്സാറിന്റെ കഥയിൽ നമ്മൾ പോകുന്നത്, നിർച്ചയാക്കി. അങ്ങനെ കാശുമായി അയാൾ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഇയാൾ ഷിയാണ്. ഈ തങ്ങള് ഷിയാ വിശ്വാസിയാണ്. ഒരു സുന്നിയായ ആലിമിന് കുറച്ച് വിഷമം ഉണ്ടാവുമല്ലോ. അയാൾ മൂപ്പര് ഇങ്ങനെ തിരിച്ചു പോന്നിട്ട് ഉറങ്ങുക. അപ്പോഴ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടത് മഹ്ശറയാണ്. മഹ്ശറയിൽ കണ്ടപ്പോ വിചാരണ നടക്കുകയാണ്.
ഈ തങ്ങളെ വിചാരണ ചെയ്യുന്നു. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചിട്ടുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഈ കാരണം കൊണ്ട് ആൾ നരകത്തിലേക്ക് പോവാണ്. ഈ കാരണം കൊണ്ട് ആൾ നരകത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു അൻഹ ഇടപെടാണ്. ഫാത്തിമ ബീബി ഇടപെടാണ്. ഫാത്തിമ ബീബി ചോദിക്കുകയാണ്, ഇന്ത്യ ചെറിയ കുട്ടി വിവരമില്ലാതെ നിങ്ങളെ കുറ്റം പറഞ്ഞു, ഈ കാരണം കൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് പറഞ്ഞേക്കോ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്കല്ലേ, ഇഷ്കിന്റെ പേരാണല്ലോ അബൂബക്കർ സിദ്ദീഖ്, ഇഷ്കിന്റെ മറ്റൊരു പേരാണല്ലോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമാ. അവർ രണ്ടുപേരും സമ്മതിച്ചില്ല, ഇയാൾ സ്വർഗത്തിലേക്ക് പോയി. ഈ സംഭവം അദ്ദേഹത്തിന്റെ കണ്ണു തുറപ്പിച്ചു. അദ്ദേഹം വേഗം തിരിച്ചുപോയി. തങ്ങളെ കണ്ടുപിടിച്ച് ഈ സദഖ അയാളെ ഏൽപ്പിച്ചു. എന്നിട്ട് ഈ നടന്ന കാര്യം പറഞ്ഞു. അതോടുകൂടി അയാൾ ഷിയയിൽ നിന്ന് പിന്മാറിയെന്നും സുന്നത്തെ ജമാഅത്തിന്റെ പ്രബോധകനായെന്നും നൂറുൽ ബസാർ ഒരു കഥ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നത്, നൂറുൽ ബസാർ അത്ര ആധികാരിക കിതാബൊന്നുമല്ല, ചരിത്രത്തിന്റെ കിതാബാണ്. ചരിത്രത്തിന്റെ കിതാബുകളെ ഒരു മുബർരിഖ് അംഗീകരിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ട് നൂറുൽ ബസാർ ഇങ്ങനെ ചരിത്രമുണ്ട്. അഹ്ലുൽ ബൈത്തിനെ പറ്റി എന്താ മനസ്സിലാക്കിയത്? അഹ്ലുൽ ബൈത്തിനെ പറ്റി എന്താ മനസ്സിലാക്കിയത്? അവർ വല്ലാത്ത സംഭവമാണ്. അപ്പോ ഇത്തരം ചില സാധനങ്ങളുണ്ട്, അതിനെ മനസ്സിലാക്കാതെ ചിന്തിക്കാതെ അതിനോട് പെരുമാറുന്ന രീതി അറിയാതെ പോയാൽ അത് സൃഷ്ടിക്കുന്ന അപകടം വലുതാണ്. അത് വളരെ നമ്മളൊന്നും പഠിച്ചുണ്ടാക്കിയ ഒന്നിനോടും ഒരു വസ്തുവിനോടും തുല്യമല്ല ഒരു തങ്ങളുടെ സ്ഥാനം. ഖദ്ദിമു ഖുറൈശൻ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞത് ഖുറൈശികളെ നിങ്ങൾ മുന്തിക്കണം. ഇമാമ നിൽക്കാനാണെങ്കിലും ദുആക്കാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഖുറൈശികൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രാധാന്യം കൊടുക്കണം. അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഉപദേശമാണ്. നമ്മുടെ നാട്ടിൽ പൊന്നാനിയിൽ പ്രത്യേകിച്ചും തങ്ങന്മാരോട് ജനങ്ങൾക്ക് പ്രത്യേക ബഹുമാനമുണ്ട്. ആ തങ്ങന്മാർ ഇൽമുള്ളവരാണോ ഇൽമില്ലാത്തവരാണോ ഒന്നും നോക്കാറില്ല. തങ്ങന്മാരെ കൃത്യമായിട്ട് പൊന്നാനിക്കാർക്ക് വലിയ ആദരവാണ്. ആ ആദരവ് അല്ലാഹു നിലനിർത്തുമാറാവട്ടെ.